ഹായ് ഗൈസ്, ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ചും ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചും ആർക്കും പറഞ്ഞറിയിക്കേണ്ട ഒരു ആവശ്യമില്ല. അതായത് നമ്മൾ വർഷങ്ങളോളം നീണ്ടുവരുന്നതാണ്. സോവിയറ്റ് യൂണിയൻ തൊട്ട് തന്നെ നമ്മൾ അത് തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന രണ്ട് രാജ്യങ്ങളാണ്. അപ്പോൾ ഇന്ത്യയുടെ കുറെ വർഷത്തിന് ഒരു സ്വപ്നമാണ് മോഡേണൈസ് ആവണം എന്ന്. അതായത് മിലിറ്ററി രീതിയിൽ നമ്മൾ അഡ്വാൻസ്ഡ് ആവണം. നമ്മളെ ഒരാൾ അറ്റാക്ക് ചെയ്യാനോ യുദ്ധത്തിന് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ ആ യുദ്ധത്തിൽ തോക്കാത്ത വിധത്തിൽ നമ്മൾ എല്ലാ രീതിയിലും അഡ്വാൻസ്ഡ് ആവണം. ഇത് നമ്മുടെ മുന്നത്തെ ആർമി ചീഫ് എല്ലാമായ ബിപിൻ റാവത്തിന്റെ എല്ലാം ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. ബിപിൻ റാവത്തിന്റെ ഒരു സെപ്പറേറ്റ് ആഗ്രഹം എന്തായിരുന്നു എന്ന് വെച്ചാൽ, അത് യുദ്ധത്തിന് പോകുമ്പോൾ മറ്റു രാജ്യത്തിന്റെ വെപ്പൺസ് ഒന്നും ആശ്രയിക്കാതെ ഇന്ത്യ തന്നെ ഡെവലപ്പ് ചെയ്യുന്ന വെപ്പൺസ് കൊണ്ട് നമ്മൾ യുദ്ധം ചെയ്യണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ മോഡേണൈസേഷൻ പ്ലാൻ എടുത്തു നോക്കുകയാണെങ്കിൽ 1947 നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായിരുന്ന നേതാക്കളൊന്നും വലിയ രീതിയിലൊന്നും തന്നെ അത് ഡെവലപ്പ് ചെയ്യാനോ മോഡേണൈസേഷൻ ആക്കാനോ ഒന്നും വിചാരിച്ചില്ല. ഇടയ്ക്കിടയ്ക്ക് അതായത് അവരുടെ അഡ്വാൻസ്ഡ് ആയ വിമാനങ്ങൾ മാത്രം വാങ്ങി വെക്കും എന്നുള്ളതായിരുന്നു. പിന്നെ അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ മോഡേണൈസേഷൻ ആക്കാൻ വേണ്ടി ശ്രമിച്ച ആദ്യത്തെ ഒരു പ്രധാനമന്ത്രി എന്ന് പറയുന്നത് രാജീവ് ഗാന്ധി ആയിരുന്നു. രാജീവ് ഗാന്ധിക്ക് അതായത് അദ്ദേഹം പൊളിറ്റിക്സ് ആയിട്ടല്ലോ, അദ്ദേഹം കൂടുതലായിട്ടും മറ്റ് ടെക്നോളജി പരമായിട്ടും അദ്ദേഹത്തിന് നല്ല നോളജ് ഒക്കെ ഉള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ മോഡേണൈസേഷൻ ആക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭരണ സമയത്തെ ഒരു 4% GDP, അതായത് ഇന്ത്യൻ GDP-ന്ന് 4% ഈ ഡിഫൻസ് മോഡേണൈസേഷന് മാത്രം മാറ്റിവെച്ച ചരിത്രവും ഉണ്ട്. അതിനുശേഷം പിന്നീട് വന്ന ഗവൺമെന്റ് ആണെങ്കിലും അതായത് ഈ കോയലേഷൻ ഗവൺമെന്റ് കാരണം അവർക്ക് ഇതിനൊന്നും നേരമില്ലാതെ അവരും അങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ കഴിഞ്ഞ 10 വർഷം കൊണ്ട് തന്നെ ഡിഫൻസ് സെക്ടറെല്ലാം നല്ല രീതിയിൽ ബൂസ്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇത് വെറുതെ പറയുന്ന എന്നുള്ളവർ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് ചോദിച്ചൊക്കെ ഡിഫൻസ് സ്റ്റോക്ക് എല്ലാം തന്നെ എന്തുകൊണ്ടാണ് ഉയരുന്നത്, എന്താണ് ഇതിന് പ്രധാന സെക്ടർ എന്ന്. അപ്പോൾ ആ ഒരു മോഡേണൈസേഷൻ നോക്കിയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് കൂടെ അതായത് അടുത്തൊരു 10-15 വർഷത്തിനുള്ളിൽ നമ്മൾ ഏകദേശം 4 ലക്ഷം കോടിയിലും അധികം രൂപ ചെലവാക്കിയിട്ടാണ് കൂടുതലായിട്ട് മോഡേണൈസേഷൻ പ്ലാൻ മാത്രം നമ്മൾ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മോഡേണൈസേഷൻ പ്ലാൻ എന്ന് പറയുമ്പോൾ അത് റഷ്യയുടെ പങ്ക് നമുക്ക് തീർച്ചയായിട്ടും വേണം. കാരണം റഷ്യ നമ്മളും ചേർന്നുകൊണ്ട് പല വെപ്പൺസ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഉള്ള നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതിൽ 62%, ആദ്യം 90% റഷ്യ എന്നായിരുന്നു നമ്മൾ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ അത് പോരാ, രാജ്യത്തിന്റെയും വെപ്പൺസ് വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിൽ 62% റഷ്യ എന്നാണ് കൂടുതലും ഇമ്പോർട്ട് ചെയ്യുന്നത്. ഒരു 11% ഫ്രാൻസിൽ നിന്ന്, 10% അമേരിക്കയിൽ നിന്നും, ഒരു 7% ഇസ്രായേലിൽ നിന്നുമാണ് നമ്മൾ ഇപ്പോൾ പ്രധാനമായും ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇതുകൂടാതെ നമ്മൾ സ്വന്തമായിട്ട് ആർട്ടിലറീസ്, അതുപോലെ തന്നെ ഈ ഗണ്ണിലിടുന്ന ബുള്ളറ്റുകൾ, അതുപോലെ തന്നെ ഈ ടാങ്കുകളെല്ലാം ക്യാരി ചെയ്യുന്ന ട്രക്കുകൾ, ഇങ്ങനെയുള്ള അതുകൂടാതെ നമ്മൾ ബാലിസ്റ്റിക് മിസൈലുകൾ ഒക്കെ നമ്മളും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും റൈഫിൾസ് എന്ന് പറയുന്നത് അതായത് AK-47 തുടങ്ങിയ ഈ വെപ്പൺസ് എല്ലാം നമ്മൾ ഇപ്പോഴും ഇമ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ റഷ്യയിലോട്ട് പോയത്. ഇത് റഷ്യയിൽ പോയത് കുറെ കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, അതായത് നമ്മൾ S-400 ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫുൾ യൂണിറ്റ് ഇതുവരെയും ഡെലിവറി ചെയ്തിട്ടില്ല. അതായത് ഡിലേ പറഞ്ഞ ഡേറ്റിൽ നിന്നും വീണ്ടും തള്ളിപ്പോവുകയാണ്. ഇതിന് റഷ്യ പറയുന്ന കാരണം അതായത് റഷ്യ-യുക്രൈൻ വാർ തന്നെയാണ്. അപ്പോൾ അതൊരു കാരണമുണ്ടെങ്കിലും നമ്മളും പൈസ കൊടുത്തിട്ട് നമുക്കും കൂടുതൽ വെയിറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഈ ഒരു യാത്രയിൽ റഷ്യ മറ്റൊരു വലിയൊരു ഓഫറാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതായത് ഒരു രാജ്യത്തിന് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണ് ഒരു യുദ്ധം ചെയ്യുമ്പോൾ? ഒബ്വിയസ്ലി അതൊരു റേഡറാണ്. അതായത് റേഡറുകൾ ഉണ്ടെങ്കിൽ മാത്രമോ ശത്രുവിടെ വിമാനം വരുന്നുണ്ടോ, ബാലിസ്റ്റിക് മിസൈലുകൾ വരുന്നുണ്ടോ, ഹൈപ്പർസോണിക് മിസൈലുകൾ വരുന്നുണ്ടോ എന്നറിയാൻ പറ്റുള്ളൂ. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ മാത്രമോ, അതായത് അറിഞ്ഞാൽ മാത്രമോ നമുക്ക് ആ റേഡർ ഉപയോഗിച്ചുകൊണ്ടും നമ്മുടെ മിസൈലുകൾ ലോഞ്ച് ചെയ്തുകൊണ്ട് അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ലോകത്തിൽ തന്നെ അതായത് ഒരു 8000 കിലോമീറ്റർ റേഞ്ച് ഉള്ള, അതായത് ശത്രുവിടെ 8000 കിലോമീറ്റർ റേഞ്ച് വരെ റേഡറുകൾ, അത് കംപ്ലീറ്റ് ആയിട്ടും നിരീക്ഷിക്കാൻ പറ്റിയ റേഡറുകൾ 3 രാജ്യത്തിന്റെ അടുത്തോ ഇപ്പോൾ ഉള്ളൂ തൽക്കാലമായിട്ടും. അത് ആരൊക്കെയാന്ന് വെച്ചാൽ അമേരിക്ക, ചൈന, റഷ്യ, ഈ 3 രാജ്യത്തിന് മാത്രമോ ഉള്ളൂ. ആ ഒരു എയർ ഡിഫൻസ് സിസ്റ്റം നമുക്ക് ഇത്രയും കാലം ഇല്ലായിരുന്നു. അപ്പോൾ ആ ഒരു റേഡർ സിസ്റ്റം നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നു. ഇപ്പോൾ റീസെന്റ് ആയി പോയ ആ ഒരു യാത്രയിൽ റഷ്യ ഓഫർ ചെയ്തിരിക്കുന്നത് വൊറോണക് എന്ന് പറയുന്ന അവരുടെ അഡ്വാൻസ്ഡ് ആയ എയർ ഡിഫൻസ് സിസ്റ്റമാണ്. ഇത് മറ്റു രാജ്യങ്ങളൊന്നും അങ്ങനെ ഈസി ആയി കൊടുക്കില്ല. കാരണം അവരുടെ ഒരു ക്രൂഷ്യൽ ആയ ഒരു ഐറ്റമാണ് അത്. അതിന്റെ ടെക്നോളജി പോലും അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂല. അപ്പോൾ അങ്ങനെയുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ റേഡർ സിസ്റ്റമാണ് ഇപ്പോൾ ഇന്ത്യക്ക് കൊടുക്കാം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ ഈ ഒരു ഡീൽ അക്സെപ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ഈ ഒരു വൊറോണക് എന്ന് പറയുന്നത് ഇത് തന്നെ പല വേരിയന്റ് ഉണ്ട്. അതായത് വൊറോണക് M, അതുപോലെ തന്നെ വൊറോണക് DM, SM, MP എന്ന് പറയുന്ന ഇങ്ങനെ പല വേരിയന്റുകൾ ഉണ്ട്. അതിൽ നമ്മൾ വൊറോണക് M എന്ന് പറയുന്നത് അഡ്വാൻസ് ലോങ് റേഞ്ച് ട്രാക്കർ തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്.
ഇതുകൊണ്ട് ഇത് നമ്മുടെ കർണാടകയിലാണ് ഡിപ്ലോയ് ചെയ്യാനും പോകുന്നത്. അതായത് ഈ ഒരു ഫുൾ ആയിട്ടും റൈഡറുകൾ കംപ്ലീറ്റ് ആയിട്ടും കർണാടകയിലാണ് ഇപ്പോൾ ഡിപ്ലോയ് ചെയ്യാൻ പോകുന്നത്. ഒഫീഷ്യലായി എല്ലാ സ്റ്റേറ്റ്മെന്റും നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ഈ ഒരു അഡ്വാൻസ് എയർ ഡിഫൻസ് സിസ്റ്റം കൊണ്ട് ഏകദേശം 6000 തൊട്ട് 8000 കിലോമീറ്റർ വരെ കംപ്ലീറ്റ് റേഞ്ചും നമുക്ക് ഇതിനെ നിരീക്ഷിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇത് മാത്രമല്ല ഇത് ഫംഗ്ഷൻ ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ അതായത് എതിരിയുടെ 500ഓളം ടാർഗറ്റുകൾ ഇത് കൃത്യമായി തന്നെ അനലൈസ് ചെയ്യാനും പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ വാങ്ങുന്ന മാത്രമല്ല മാൻഡേറ്ററി ആയിട്ട് 50% ടെക്നോളജി ട്രാൻസ്ഫറും കൂടെ ചെയ്യുന്നുണ്ട്. അതായത് ഇന്ത്യൻ കമ്പനീസ് ആയിരിക്കും 50% നമ്മൾ ഒരു അതായത് ഫുൾ ആയിട്ടും ഡെവലപ്പ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് നമ്മൾ അതായത് ബ്രഹ്മോസ് തുടങ്ങിയ ബാലിസ്റ്റിക് മിസൈലുകളും നമ്മൾ ഉപയോഗിച്ചത്. 51% ഷെയർ ഇന്ത്യക്കും അതുപോലെ തന്നെ 49% ഷെയർ റഷ്യക്കുമായിരുന്നു. ഇത് 50-50 എന്ന് പറയുന്ന റേഞ്ചിലാണ് നമ്മൾ പോയിരിക്കുന്നത്. ഇതുകൂടാതെ ഇതിന്റെ മറ്റ് അപ്ഡേറ്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ ഒരു യാത്രയിൽ അതായത് സുഖോയ് S-30 എന്ന് പറയുന്ന ആ ഒരു യുദ്ധവിമാനം ഏകദേശം 12ഓളം ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡീല് ഇപ്പോൾ റഷ്യ ഇന്ത്യക്ക് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ് ഇതിനെ കുറിച്ച് വിചാരിക്കുന്നത്? ഇത് ചില പഴയ വീഡിയോ ആണ്, അത് നമ്മൾ പോസ്റ്റ് ചെയ്യാൻ ഡിലേ ആയതാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. See you next video.